ഇന്നലെ നമ്മുടെ ചാനലുകളിലെ കാർഡ് ബഹുകേമമായിരുന്നു. അത് നിർമ്മല മേഡത്തിൻ്റെ സാരിയെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നു. മധുബനി സാരി, ദുലാരി ദേവി ഡിസൈൻ ചെയ്ത സാരി, ഓഫ് വൈറ്റ് നിറം, ചുവന്ന ബ്ലൗസ് എന്നിങ്ങനെയായിരുന്നു വിവരണം. പതിവ് പോലെ പത്രങ്ങളും പതിവ് തെറ്റിച്ചില്ല. മാതൃഭൂമി എഴുതിയത് ഇങ്ങനെ: ബീഹാറിലെ മധുബനി ചിത്രകലാവിരുത് പതിഞ്ഞ സിൽക്ക് സാരിയും ഉടുത്താണ് മന്ത്രി നിർമ്മല എത്തിയത്. ഓഫ് വൈറ്റ് നിറത്തിലെ കൈത്തറി സാരി, സിൽക്ക് സാരിക്കൊപ്പം ചുവന്ന ബ്ലൗസും ഷാളും. മത്സ്യത്തിൻ്റെ തീം ഡിസൈൻ ചെയ്ത എംബ്രോയ്ഡറിയിൽ സ്വർണ്ണക്കര. പത്മശ്രീ ജേതാവ് ദുലാരി ദേവിയാണ് സാരിയുടെ രൂപകൽപ്പന നിർവഹിച്ചത്. ആ പത്രത്തിൻ്റെ 1-ാം പേജിൽ ഒരു ചിത്രമുണ്ട്. അത് നിർമ്മല സീതാരാമന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ലസ്സി നൽകുന്ന ചിത്രമാണ്. നോക്കൂ, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ബജറ്റ് അവതരണ റിപ്പോർട്ടിങ്ങിനെ പൈങ്കിളിവൽക്കരിക്കുന്നതിൻ്റെ ജീർണത. ഈ പത്രം ബജറ്റിനെ ആദായ മധുരം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ മലയാള മനോരമ വരുമാനന്ദം എന്നാണ് ലീഡാക്കിയത്. ആർക്കാണ് മധുരം? ആർക്കാണ് ആനന്ദം? കേരളത്തിനാകെ സങ്കടമല്ലേ? പ്രളയത്തിൽ തകർന്ന വയനാടിനെയെങ്കിലും ബജറ്റിൽ ഓർത്തോ? കേരളം പോട്ടെ, രാജ്യമാകെ എന്താണ് അവസ്ഥ? പ്രതിമാസം 50,000 മുതൽ 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ വരുമാനമുള്ളവർക്ക് വരുമാന നികുതി ഒഴിവാക്കിയത് കൊണ്ട് രാജ്യത്ത് ശതമാനത്തിൽ കൂടുതലെങ്കിലും അതിൻ്റെ പ്രയോജനം ലഭിക്കില്ലല്ലോ. അപ്പോൾ ആർക്കാണ് ആനന്ദം? ഉയർന്ന ജീവിത നിലവാരം ഇപ്പോൾ തന്നെ പുലർത്തുന്നവർക്ക് മാത്രം, അതായത് അപ്പർ മിഡിൽ ക്ലാസ് എന്ന ഉയർന്ന മധ്യവർഗത്തിന്. അവരുടെ ആനന്ദമാണോ രാജ്യത്തിൻ്റെ ആനന്ദം? അനുദിനം കുതിച്ചുയരുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ തുകയില്ല, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതികളില്ല, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നിവയുടെ എല്ലാം വിഹിതം വെട്ടിക്കുറച്ചു. രാസവള സബ്സിഡി 3400 കോടിയാണ് കുറച്ചത്. വിള ഇൻഷുറൻസ് വിഹിതവും വെട്ടിക്കുറച്ചു. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവിലയില്ല, റബ്ബർ ഇറക്കുമതിക്ക് നിയന്ത്രണമില്ല. അതായത് കാർഷിക മേഖലയുടെ നട്ടെല്ലൊടിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തകരും. ക്ഷേമ പെൻഷനുകൾക്കുള്ള കേന്ദ്രവിഹിതം കുറയും. സമസ്ത മേഖലയെയും തകർച്ചയിലേക്ക് തള്ളിവിടുന്ന ഈ ബജറ്റിനെയാണ് ആനന്ദദായകവും മധുരമായും അവതരിപ്പിക്കുന്നു. അത്യന്തം ജനദ്രോഹവും വികസന വിരുദ്ധവും ഫെഡറലിസത്തെ തകർക്കുന്നതുമായ ബജറ്റിനെ വലതുപക്ഷ മാധ്യമങ്ങൾ വെള്ളപൂശുകയാണ്.